കമല, എന്റെ ഇളയ മകൻ വിദേശത്തുനിന്ന് കുറച്ചു ദിവസം മുമ്പ് വന്നതേയുള്ളൂ. ഞാൻ ആലോചിക്കുക അവന്റെ കല്യാണം കൂടെ നടത്തിയാലോ എന്ന്. നല്ല പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയണേ. അത് കൊള്ളാലോ, അവൻ വന്നു വിദേശത്തുനിന്ന്. അങ്ങനെയാണെങ്കിലേ പണക്കാരി പെൺകുട്ടിയെ തന്നെ തപ്പാം. അല്ലാണ്ട് നിന്റെ മൂത്ത മരുമോളെ പോലെ ഒരു പിച്ചക്കാരി ഇളയ മകന് വേണ്ട. എന്നെ കണ്ടില്ലേ, പണക്കാരി മരുമോള് വന്നപ്പോ എല്ലാ സാധനങ്ങളും ഇങ്ങ് പോന്ന്. നീ ഇപ്പൊ കൊല്ലണ എസിയുടെ തണുത്ത കാറ്റില്ലേ, അതും അവളുടെ ശ്രീധനമാണ്. ഞാൻ ഇതിനെ ഇവിടെ ഹാളിൽ അങ്ങ് വെച്ച്, അതാകുമ്പോ എല്ലാവർക്കും ഉപയോഗിക്കാലോ. അതെന്തായാലും നന്നായി. എന്റെ മരുമോള് പാവപ്പെട്ടതായതുകൊണ്ട് ഒന്നും തന്നില്ല. ആകെ പ്രതീക്ഷയുള്ളത് ഇളയ മരുമകള് വരുമ്പോഴാണ്. എന്റെ നിശാന്ത് മോനു വേണ്ടി നീ പണക്കാരിയായ പെണ്ണിനെ തന്നെ തപ്പണേ. അയ്യോ, നീ അതിന് വിഷമിക്കണത് എന്തിനാ? നിശാന്ത് മോൻ എന്തായാലും പണക്കാരിയായ ഒരു പെണ്ണിനെ തന്നെ തപ്പിക്കൊണ്ടുവരും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നിശാന്തിനു വേണ്ടി കമല പണക്കാരിയായ ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവന്നു. എന്റെ വിമലെ, നീ കണ്ടോ എന്ത് സുന്ദരിയാന്ന്? വലിയ വീട്ടിലെയാണ് ആ കൊച്ച്. അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോളാ. ശ്രീധനായിട്ട് ഒരുപാട് കിട്ടും. വേണോ, നോക്കണോ? അതെന്ത് കാര്യാ നീ പറയണേ? നാളെ തന്നെ നമുക്ക് പോയി പെണ്ണ് കാണാന്ന് നീ സംസാരിക്കേ. വിമലയ്ക്ക് ആക്രാന്തമായിരുന്നു. മൂത്ത മോൻ സ്വന്തം ഇഷ്ടത്തിന് ഒരു പാവപ്പെട്ട പെണ്ണിനെയാണ് കൊണ്ടുവന്നത്. ശ്രീധനമൊന്നും കിട്ടിയതുമില്ലായിരുന്നു. വിമലയ്ക്ക് അതുകൊണ്ട് അവളോട് വലിയ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം തീരുമാനിച്ചു, സ്വന്തം ഇളയ മകന് പണക്കാരി പെണ്ണിനെ തന്നെ വേണമെന്ന്. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇളയ മകനെ കല്യാണം കഴിപ്പിച്ചു സോണി എന്ന പെണ്ണുമായി. വായോ എന്റെ പൊന്നു മോളെ, ഈ വീട്ടിലേക്ക് സ്വാഗതം. അയ്യോ, എന്റെ ഇളയ മരുമകളെ കാണാൻ എന്തു ഭംഗിയാ, മാലാകെ പോലെയുണ്ട്. ശ്രീധരത്തിന്റെ പേരിൽ അവൾ ഒരുപാട് സാധനം കൊണ്ടുവരും. ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, TV, ഇനിയുമുണ്ട് കുറെ സാധനങ്ങൾ. ആക്രാന്തം പിടിച്ച കണ്ണും കൊണ്ട് വിമല കാണുമ്പോ ഞെട്ടി അങ്ങ് പോകും. എന്നിട്ട് വിമല മരുമോളെ മുറിയിൽ കൊണ്ടാക്കും. അയ്യോ, ഈ മുറിയിൽ AC ഒന്നും ഇല്ലല്ലോ, ഞാനിവിടെ എങ്ങനെ കിടക്കും? അമ്മ ഒരു കാര്യം ചെയ്യ്, അവിടെ ഇരിക്കുന്ന AC എന്റെ മുറിയിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യ്. മോളെ, നിന്റെ മുറിയിലോ AC? ഞാൻ കരുതിയത് അത് ഹോളില് ഫിറ്റ് ചെയ്യാന്ന്. അത് കൊള്ളാലോ, ആ AC എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നതാ, അല്ലാണ്ട് ഇവിടത്തേക്ക് വേണ്ടി ഒന്നും തന്നതൊന്നും അല്ല കേട്ടോ. പിന്നെ ആ TVയില് എനിക്ക് വലിയ സ്ക്രീനിൽ കാണുന്നതാണ് ഇഷ്ടം, അല്ലാണ്ട് ഈ ചെറിയ TVയിലൊന്നും പറ്റില്ല. ശരി മോളെ, നീ പറയണ പോലെ ചെയ്യാം. വിമല സോണിയുടെ മുറിയിലേക്ക് AC, ഫ്രിഡ്ജ്, TV എല്ലാം വെച്ചുകൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. സോണിയ എപ്പോഴും അവളുടെ ആ മുറിയിൽ തണുത്ത കാറ്റുമായിട്ട് അങ്ങനെയിരിക്കും. അപ്പുറത്ത് ചേട്ടത്തി അമ്മ രജനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു ദിവസം ചൂട് കാരണം രജനിയുടെ തൊണ്ട ഭയങ്കരമായി വരണ്ടുപോകും. ഹോ, ചൂടത്ത് ജോലി ചെയ്ത് തൊണ്ട വരണ്ടുപോയി. തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുവാ. രജനി സോണിയുടെ മുറി പോയിട്ട് ഫ്രിഡ്ജിൽ നിന്നും തണുത്ത കുപ്പിയിലെ വെള്ളം കുടിക്കാൻ തുടങ്ങും. തണുത്ത വെള്ളം കുടിച്ചപ്പോ എന്തു സുഖമാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴേക്കും സോണിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തുനിന്ന് വരും. ആഹാ, തണുത്ത വെള്ളം എന്താ ആസ്വദിച്ചാണ് കുടിക്കുന്നത്. എന്റെ മുറി മുഴുവൻ വൃത്തികേടായിട്ടിരിക്കാന്ന് കണ്ടില്ലേ, ഇതിനൊന്ന് വൃത്തിയാക്കിക്കൂടെ? സോണിയ, ഞാനോ? അതെ. അല്ല, ഇപ്പൊ ചെയ്താ എന്താ ഇപ്പൊ കുഴപ്പം? സോണിയ മോള് പറയണത് ശരിയല്ലേ? അവള് ഷോപ്പിംഗ് ചെയ്ത് തളർന്നു വന്നേക്കുവാ. അവളുടെ മുറി ഒന്ന് വൃത്തിയാക്കി കൊടുത്താ എന്താ ഇപ്പൊ പ്രശ്നം പറ്റുന്നേ? പെട്ടെന്ന് അടിച്ചു വാരി കൊടുക്ക് മോളുടെ മുറി കേട്ടാ. ഫിനോയിലിട്ട് തുടച്ചും കൂടെ കൊടുത്തേക്കണം. ശരിയമ്മ. സോണിയയ്ക്ക് അവളുടെ പണത്തിലും സൗന്ദര്യത്തിലും അഹങ്കാരമായിരുന്നു. രജനിയാണെങ്കിൽ പാവമായിരുന്നു. പക്ഷെ രജനിയുടെ നല്ല മനസ്സ് ആരും കണ്ടിട്ടില്ല. അമ്മയമ്മയാണെങ്കിൽ അവളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം സോണിയ ഒരുങ്ങിക്കെട്ടി സിനിമ കാണാൻ പുറത്തേക്ക് പോകുമായിരുന്നു. അവളെ കണ്ട് രജനി പറഞ്ഞു, സോണിയ, ഞാനും കുറെയായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. ഞാനിതുവരെ സിനിമ ഹാളൊന്നും കണ്ടിട്ടില്ല. വിരോധം ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ കൂടെ. നീ നിന്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ ഒരു ഉടുപ്പിടാൻ പോലും സെൻസ് ഇല്ല നിങ്ങൾക്ക്. നിങ്ങളെ ഞാൻ കൂടെ കൂട്ടിയാണ്ടല്ലോ എനിക്ക് നല്ല ഇൻസൾട്ട് ആവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് അങ്ങ് ജീവിച്ചാ മതി, ഇവിടുത്തെ ജോലി ചെയ്താ മതി. സോണിയ നിലവിളിക്കുന്ന കേട്ട് വിമല അവിടെ എത്തുകയും ചെയ്യും. എന്തു പറ്റി സോണിയ മോൾ, എന്തിനാ വിഷമിക്കുന്നേ? സോണിയ വിമലയോട് എല്ലാ കാര്യങ്ങളും പറയും. ഇത് കേട്ട് വിമലയ്ക്ക് ദേഷ്യം വരികയും ചെയ്യും. നിനക്കെത്ര ധൈര്യം വന്ന് സോണിയ മോളോട് ഇങ്ങനെ പറയാനായിട്ട്? നിന്റെ കറുത്ത മുഖം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അയ്യോ, ഏത് വൃത്തികെട്ട സമയത്താണോ ഞാൻ എന്റെ മരുമകളാക്കി കൊണ്ടുവന്നത്. പോ, വീട്ടില് ഒരുപാട് ജോലി ഇരിക്കുന്നുണ്ട്, അതൊക്കെ പോയി ചെയ്താ മതി. ഒരു സിനിമ കാണാൻ പോണെന്ന് വൃത്തികെട്ടവള്.
രജനി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. രജനി കറുത്തതും പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. സമയം നീണ്ടുപോയിരുന്നു. 2 മരുമക്കളുടെയും ജന്മദിനം വരാൻ പോവുകയായിരുന്നു. അവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. വിമല ഇളയ മരുമകൾക്ക് വേണ്ടി വിലകൂടിയ സാരി മേടിച്ചോണ്ട് വരും. ഇന്നാ സോണിയ മോളെ, ഈ വീട്ടിലെ ആദ്യത്തെ പിറന്നാൾ ദിവസമാ. അപ്പൊ ഈ സാരി വേണം മോളെടുക്കാൻ. ഈ സാരിയോ അമ്മ? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? സോണിയ വളിച്ച മുഖമായിട്ട് പറയും. ഏയ്, അത്രയ്ക്ക് ചീത്തയൊന്നും അല്ല. അതെന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, ഡാഡി എനിക്ക് വേണ്ടി സിൽവറിലുള്ള ഒരു സൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വലിയൊരു ഫാഷൻ ഡിസൈനർ ചെയ്തതാ അത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അതേ ഇടുള്ളൂ. അതാ. എന്റെ ദൈവമേ, സിൽവറിന്റെ ഉടുപ്പോ? അതിട്ട എന്റെ മരുമോള് മാലാകെ പോലെ ഇരിക്കുമല്ലോ. വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിലും രജനി അവര് പറയുന്നതൊക്കെ കേട്ടു. അവൾക്ക് ഒരുപാട് വിഷമമായി. അവളുടെ അമ്മായിയമ്മ അവൾക്ക് വേണ്ടി ഒന്നും മേടിച്ചില്ല എന്നോർത്ത്. എന്റെ ജന്മദിനവും കൂടിയല്ലേ, എന്നിട്ടും അമ്മ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ? എനിക്ക് വേണ്ടി ഒരു വില കുറഞ്ഞ ഒരു ചുരിദാറാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷായനെ. അയ്യേ, കറുത്തിട്ട വൃത്തികെട്ട പെണ്ണേ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പേരിന് മാത്രമാണ് ഈ വീട്ടിലെ മരുമോള്. ശരിക്കും നീ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. ആഹാ, അവൾക്ക് ചുരിദാർ വേണമെന്ന് പോലും പറയണ കേട്ട് ഞാൻ നിന്റെ അച്ഛൻ എനിക്ക് കെട്ടുകണക്കിന് ഇവിടെ തന്നേക്കുവാ. ചേട്ടത്തി എന്നെ കമ്പയർ ചെയ്യുന്നത് നിർത്തണം. പിന്നെ എന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ വരും ഈ ബർത്ത്ഡേക്ക് കേട്ടോ. അതുകൊണ്ട് ബർത്ത്ഡേ ദിവസം വീടൊക്കെ വൃത്തിയാക്കി നല്ല ആഹാരവും സ്നാക്സും ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഇവിടെ നിന്ന് ഒറ്റ വിടലങ്ങ് വിട്ടോണം. കാരണമേ എന്റെ കസിൻസും ഫ്രണ്ട്സും ഒന്നും അറിയാൻ പാടില്ല എന്റെ വീട്ടിലുള്ള ചേട്ടത്തിയെ ദാരിദ്ര്യം പിടിച്ചതാണെന്ന്. ആ ദിവസം രജനി ഒരുപാട് കരയും. അവളുടെ ഭർത്താവ് മനീഷ് വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവളുടെ സൈഡ് നിൽക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റ് വീടൊക്കെ വൃത്തിയാക്കി. എന്നിട്ട് വീടൊക്കെ നല്ല രീതിയിൽ ഒരുക്കിയിട്ട് നല്ല നല്ല ആഹാരവും സ്നാക്സും ഒക്കെ ഉണ്ടാക്കും. സ്വന്തം ബർത്ത്ഡേക്ക് സോണിയ ഡാഡ് കൊടുത്ത സിൽവർ സൂട്ടിട്ട് ഒരുങ്ങി നല്ല രസത്തിൽ നിൽക്കും. പക്ഷെ അപ്പുറത്ത് രജനി പഴയൊരു സാരി അണിഞ്ഞിരിക്കുകയാണ്. ഓ, എന്ത് രസാ എന്റെ മരുമകളെ ഇന്ന് കാണാൻ. തങ്കക്കൊടം പോലെ ഇരിക്കുക ഉമ്മ. ഷോ, ഇവിടെ ആരും കണ്ണുവിടാതിരുന്നാ മതി. എന്റെ മരുമകൾക്കേ പിറന്നാള് ആശംസകൾ. താങ്ക് യു അമ്മ. പിന്നെ നീ എല്ലാ പണികളും തീർത്തെങ്കിലേ ഇനി നിന്റെ ആവശ്യമില്ല ഇവിടെ. ഇനി ഇവിടുന്ന് പൊക്കോ നീ. പാർട്ടി തീർന്നു കഴിയുമ്പോഴേ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാ മതി കേട്ടോ. രജനി വിഷമത്തോടെ അവളുടെ വിധിയെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങും. കുറച്ചേരം അങ്ങ് ദൂരം നടന്ന് അവൾ ഒരു കാട്ടിൽ വന്നുപെടും. അവിടെ ഒരു മരത്തിന്റെ അടിയിൽ അവള് ക്ഷീണിച്ചിരിക്കും. എന്റെ ഈ ദാരിദ്ര്യവും എന്റെ ഈ കറുപ്പും ഒക്കെ കാരണം എല്ലാവർക്കും എന്നോട് വെറുപ്പാ. അമ്മായിയമ്മ അവളും എന്നെ. സ്വന്തമായിട്ട് അവൾ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അവൾ നോക്കുമ്പോ ഒരു മുയല് കുടുങ്ങിയിരിക്കുന്നതായി കാണും. അത് മണ്ണിന്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയായിരുന്നു. മുങ്ങാൻ പോവുകയായിരുന്നു. അയ്യോ, ഇതെന്താ? അയ്യോ, മുങ്ങിപ്പോവൂല്ലോ അത്. ഞാനതിനെ രക്ഷപ്പെടുത്തണം എന്തായാലും. രജനി രണ്ടും കൽപ്പിച്ച് അതിനെ രക്ഷപ്പെടുത്താൻ പോകും. അവൾ അതിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അവൾ അങ്ങ് വീഴും. അവളുടെ കാല് കുടുങ്ങി അവളും പെട്ടുപോകും. രക്ഷപ്പെടുത്തൂ, ആരെങ്കിലും രക്ഷപ്പെടുത്തൂ. അപ്പോഴേക്കും നേരെ കാണുന്ന മരത്തിൽ നിന്നും മിന്നിത്തിളങ്ങി ഒരു സ്വർണത്തിന്റെ ഒരു സൂട്ട് അവളുടെ അടുത്ത് വരും. അതിന് നല്ല കട്ടിയുണ്ടായിരുന്നു. ആ സൂട്ടിന്റെ സഹായത്തോടെ രജനി പുറത്തോട്ട് വരും. അപ്പോഴേക്കും പെട്ടെന്ന് ആ സൂട്ട് സംസാരിക്കാനും തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ആ മുയലിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഹേ, ഇതെന്താ? നീ സംസാരിക്കോ? അല്ല, ഇതെന്ത് അത്ഭുതമാണ്. അതെ, ഞാനൊരു അത്ഭുത സ്വർണ്ണ വസ്ത്രമാണ്. ചില മാലാഖമാർ വന്ന് ഈ മരത്തിൽ കുടുങ്ങിപ്പോയി. തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരു മനുഷ്യന്റെ സഹായം കൂടിയേ തീരൂ. ഒപ്പം സാന്നിധ്യവും വേണം. നിങ്ങൾ എന്നെ ഒരു തവണ സൂക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നതാണ്. അത് പറയണത് കേട്ട് രജനി ആ സൂട്ട് അങ്ങ് ഇടും. അതിട്ടപ്പോഴേക്കും രജനി നല്ല സുന്ദരിയായി. രജനിക്ക് ഒരുപാട് സന്തോഷമായി. രജനി ആ സൂട്ടും ഇട്ടുകൊണ്ട് സോണിയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങ് പോകും. അവളെ കണ്ട് എല്ലാരും അങ്ങ് ഞെട്ടിപ്പോകും. ചേട്ടത്തി, ഇത് സ്വർണത്തിന്റെ സൂട്ടല്ലേ? പിന്നെ ഇത്ര സുന്ദരിയായത് എങ്ങനെയാണ്? രജനി എല്ലാരോടും കാര്യം അങ്ങ് പറയും. ഇത് കേട്ട് സോണിയയ്ക്ക് കുശുമ്പ് വരും. ആ സ്വർണ്ണ സൂട്ട് കൊണ്ട് രജനി നല്ല അടിപൊളി വീടും വെക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും അതിന്റെ അകത്തുണ്ട്. അങ്ങനെ രജനി ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ സുഖമായിട്ടും ജീവിക്കും.
എന്ന പേരുള്ള ഒരു അനാഥ പെൺകുട്ടി ഖാൻപൂർ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു. അവളുടെ അച്ഛനമ്മമാർ മരിച്ചു പോയിരുന്നു. കോമളിന്റെ വീട്ടിൽ അവളെ ശ്രദ്ധിക്കാൻ ആരുമില്ലായിരുന്നു. അവൾക്ക് ഇപ്പോൾ 6 വയസ്സായി. മുടി ചീകി ഒതുക്കാൻ പോലും അവൾക്ക് ഇപ്പോഴും അറിയില്ല. അതിനാൽ അവളുടെ മുടിയുടെ അവസ്ഥ മോശമായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികളും അവളെ വളരെയധികം കളിയാക്കിയിരുന്നു. ഒരു ദിവസം കോമൾ ഗ്രാമത്തിലെ കുട്ടികളുടെ അടുത്തേക്ക് പോയി. നോക്കൂ നോക്കൂ, ഇതാരാ വന്നിരിക്കുന്നതെന്ന്. അവളുടെ മുടി ഒന്ന് നോക്കൂ. മുടി കണ്ടാൽ അത് ചീപ്പേ കണ്ടിട്ടില്ലാത്തതുപോലെ തോന്നും. മുടിയല്ല, പുല്ലാണ് തല നിറയേയും. എല്ലാ കുട്ടികളും കൂടി ചിരിക്കാൻ തുടങ്ങി. കോമൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവളുടെ വീട്ടിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ ചീപ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ എന്റെ തലമുടി ചീപ്പ് കൊണ്ട് വൃത്തിയാക്കും. അവൾ ആ ചീപ്പ് എടുത്ത് തലമുടി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളുടെ മുടി വളരെയധികം കെട്ടുപിണഞ്ഞു പോയിരുന്നു. അത് ശരിയാക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല. അമ്മേ, താങ്കൾ എവിടേക്കാണ് പോയത്? ഇവിടെ ആരും എന്റെ തലമുടി ചീകി തരുന്നില്ല. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കുന്നു. എന്റെ മുടി കാണാൻ പുല്ല് പോലെയാണെന്ന്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു കുട്ടികളെ പോലെ എന്റെ മുടിയും നല്ല ഭംഗിയുള്ളതായേനെ. ഇതും പറഞ്ഞ് കോമൾ ഉറക്കെ കരയാൻ തുടങ്ങി. പക്ഷെ അവളുടെ വീട്ടിൽ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസത്തിനു ശേഷം കോമൾ കാട്ടിൽ വിറകു ശേഖരിക്കാൻ പോയി. കാട്ടിൽ നിന്ന് വിറകെടുക്കുന്ന സമയത്ത് അവളുടെ മുടി കുറ്റിക്കാട്ടിൽ കുരുങ്ങിപ്പോയി. എന്റെ മുടി എവിടെയാണ് ഉടക്കിയത്? വളരെയധികം ശ്രമിച്ചതിനു ശേഷവും കോമളിന്റെ മുടിയിലെ കുരുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കോമൾ കരഞ്ഞുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, ഞാനിത് എവിടെയാണ് പെട്ടുപോയത്? ഞാനിനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? എന്റെ തലമുടി നന്നായി വേദനിക്കുന്നുണ്ട്. എന്നെ സഹായിക്കൂ ദൈവമേ. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. നീ കരച്ചിൽ നിർത്തൂ. ഞാനിപ്പോൾ തന്നെ നിന്റെ മുടി വേർപെടുത്തി തരാം. മരത്തിന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടി കുറ്റിക്കാട്ടിൽ നിന്നും വേർപെട്ടു കിട്ടി. കോമൾ പേടിയോടെ ആ മരത്തെ നോക്കി. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊരു മാന്ത്രിക മരമാണ്. മാന്ത്രിക മരമേ, 1000 നന്ദി. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കാട്ടിൽ അകപ്പെട്ടു പോയേനെ. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിറകെടുക്കാൻ വന്നതാണ്. പക്ഷെ എന്റെ മുടി പുല്ല് പോലെയാണ്. അതിനാലാണ് ഈ കുറ്റിക്കാട്ടിൽ അകപ്പെട്ടു പോയത്. എന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. വീട്ടിൽ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എനിക്ക് മുടി ചീകാനും അറിയില്ല. അതുകൊണ്ടാണ് എന്റെ മുടി ഇങ്ങനെ പുല്ലുപോലെ ആയത്. ഞാനിത് ശരിയാക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയാകുന്നില്ല. എന്റെ ഈ മുടി കണ്ടിട്ട് ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കാറുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇനി നിന്നെ ആരും കളിയാക്കില്ല. അപ്പോൾ ആ മാന്ത്രിക മരം തന്റെ മാന്ത്രിക ശക്തിയാൽ കോമളിന്റെ മുടിയെ സ്വർണ്ണ നിറമുള്ള മുടിയാക്കി മാറ്റി. അല്ല, എന്റെ മുടി സ്വർണ്ണമുടിയായി മാറി. തന്റെ സ്വർണ്ണമുടി കണ്ടിട്ട് കോമൾ വളരെ സന്തോഷിച്ചു. ഇപ്പോൾ നിന്റെ മുടി സ്വർണ്ണമുടിയായി മാറിയില്ലേ? നിന്റെ മുടി ഇനി ലോകത്തെ ഏറ്റവും സുന്ദരമായ മുടിയായിരിക്കും. ഇനി നിന്നെ ആരും പുല്ലുപോലത്തെ മുടി എന്ന് പറഞ്ഞ് കളിയാക്കുകയില്ല. കോമൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവളെ വഴിയിൽ വെച്ച് ആരൊക്കെ കണ്ടോ അവരെല്ലാം അവളുടെ സ്വർണ്ണമുടി കണ്ട് അന്തം വിട്ടു. 2 സ്ത്രീകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അത് നോക്കൂ, സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി. എന്ത് സുന്ദരമാണത് കാണാൻ. നോക്കൂ, അത് കോമളാണ്. അവളുടെ മുടി നേരത്തെ പുല്ലുപോലെയാണ് ഇരുന്നത്. എങ്ങനെയാണ് ഇത്ര സുന്ദരമായത്? ഗ്രാമത്തിൽ 4 പാടും കോമളിന്റെ മുടിയെപ്പറ്റിയുള്ള ചർച്ചകളായി. കോമൾ തന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് വളരെയധികം സന്തുഷ്ടയായിരുന്നു. എല്ലാ പെൺകുട്ടികളും കോമളിനോട് മുടിയുടെ രഹസ്യം ചോദിച്ചിരുന്നു. ഇങ്ങനെ കാലം പോയിക്കൊണ്ടിരുന്നപ്പോൾ കോമൾ ഇപ്പോൾ യുവതിയായി. സ്വർണ്ണമുടി അവളുടെ യൗവനത്തെ ഒന്നുകൂടി സുന്ദരിയാക്കി. ഇപ്പോൾ അവൾ വളരെ സുന്ദരിയാണ്. ഒരു ദിവസം വേറൊരു രാജ്യത്തെ രാജാവ് കാൺപൂർ നഗര ഗ്രാമത്തിലെ കാട്ടിൽ വേട്ടയാടാനായി വന്നു. വേട്ടയാടി നടന്ന രാജാവ് തന്റെ സൈനികരിൽ നിന്നും അകന്നുപോയി. അപ്പോൾ രാജാവിന് ഒരു മാനിനെ കാണാൻ ഇടയായി. അതിന്റെ കൂടെ മാനിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് അതിനെ പിടിക്കാനായി മാനിന്റെ പുറകെ വന്നു. മാൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ മാൻ കുഞ്ഞ് മുൾപടർപ്പിൽ അകപ്പെട്ടുപോയി. അതിനാൽ മാനിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ട് മാനും അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. പുറകിൽ നിന്നും രാജാവ് കുഞ്ഞുമാൻ അകപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇനി നീ നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോകും? ഇനി നോക്കിക്കും. അപ്പോൾ അവിടെ കോമളും എത്തിപ്പെട്ടു. കോമൾ മാൻകുട്ടിയെ കണ്ടിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നെ സഹായിക്കാനല്ല ഇവിടെ വന്നത്. അപ്പോഴാണ് രാജാവ് സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടി മാൻകുഞ്ഞിനെ രക്ഷിക്കുന്നത് കണ്ടത്.
രാജാവ് അവളുടെ തലമുടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്ര സുന്ദരമായ സ്വർണ്ണ നിറമുള്ള മുടി, ഇതാരാണ് ഈ സ്വർണ്ണ മുടിയുള്ള പെൺകുട്ടി? ഞാൻ ഇതുവരെ ഇത്ര സുന്ദരമായ മുടിയുള്ള പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല. രാജാവ് ഇതും ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് പതുക്കെ വരികയായിരുന്നു. അവിടെ എത്തിയപ്പോൾ മാനിനെയും മാൻകുട്ടിയെയും കാണാനേയില്ല. സ്വർണ്ണ നിറമുള്ള മുടിയുള്ള പെൺകുട്ടിയെയും കണ്ടില്ല. അയ്യോ, എവിടെ പോയി ആ പെൺകുട്ടി? ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചു സമയത്തിനു ശേഷം സൈനികരെല്ലാം രാജാവിന്റെ അടുത്തേക്ക് എത്തി. രാജാവ് സൈനികരോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ സുന്ദരമായ മുടിയായിരുന്നു അവൾക്ക്. പോകൂ, പോയി ഗ്രാമത്തിലെല്ലാം പോയി ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അപ്പോൾ രാജാവിന്റെ സൈനികർ ഗ്രാമത്തിൽ പോയി ഗ്രാമവാസികളോട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ സ്വർണ്ണ നിറമുള്ള മുടിയുള്ള കുട്ടി താമസിക്കുന്നുണ്ടോ? നമ്മുടെ രാജാവ് അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ, കോമൾ മോളുടെ മുടി സ്വർണ്ണ നിറമുള്ളതാ. അവളുടെ അടുത്തുള്ള കുടില്ല താമസിക്കുന്നതും. സൈനികർ രാജാവിന്റെ അടുത്തെത്തി രാജാവിനെ കോമളിന്റെ വീട്ടിലേക്ക് ആനയിച്ചു. രാജാവ് വീടിന്റെ മുൻപിൽ വന്നു നിന്നു. എന്നിട്ട് ചോദിച്ചു, അകത്താരെങ്കിലും ഉണ്ടോ? രാജാവിന്റെ ശബ്ദം കേട്ടിട്ട് കോമൾ പുറത്തു വന്നു. രാജാവ് കതകിന് പുറത്തു നിൽക്കുകയായിരുന്നു. പറഞ്ഞാലും രാജാവ് അവളെ തന്നെ നോക്കി നിന്നു. കോമൾ സ്വർണ്ണ നിറമുള്ള മുടിയോടുകൂടി വളരെ സുന്ദരിയായി കാണപ്പെട്ടു. ഇത്രയും ഭംഗിയുള്ള മുടി, അത്ര തന്നെ ഭംഗിയുള്ള രൂപവും. ഇനി നീ തന്നെയാണ് എൻ്റെ ഭാര്യ. നീ നിന്റെ അമ്മയെയും അച്ഛനെയും വിളിക്കൂ. എനിക്ക് അവരോട് അത്യാവശ്യമായി കുറച്ച് കാര്യം പറയാനുണ്ട്. കോമൾ തന്റെ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണെന്നും അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നും പറഞ്ഞു. രാജാവും കോമളിനോട് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സൂറത്തിലെ രാജാവാണ്. ഇവിടെ വേട്ടയാടാനാണ് വന്നത്. ഞാൻ നിന്നെ കാടിനുള്ളിൽ വച്ച് കണ്ടിരുന്നു. നീ രക്ഷപ്പെടുത്തിയ മാനിനെയും കുട്ടിയെയും ഞാൻ വേട്ടയാടാൻ തുനിഞ്ഞതാ. പക്ഷേ നിന്റെ സ്വർണ്ണ നിറമുള്ള മുടി കണ്ടിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നുപോയി. എന്താ താങ്കൾ മാനിനെ വേട്ടയാടാനാണോ വന്നത്? പക്ഷെ എന്തിന്? ഇത്ര സുന്ദരമായ മൃഗത്തെ എന്തിനാണ് കൊല്ലുന്നത്? എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വേട്ടയാടൽ നിർത്തുന്നതുമാണ്. രാജാവിന്റെ ഈ വാക്കുകൾ കോമളിന്റെ മനസ്സിനെ ജയിച്ചിരുന്നു. ആദ്യമായാണ് ഇത്ര വലിയ രാജാവ് കോമളിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കോമളിനും ആ വലിയ രാജാവിനെ എതിർക്കാൻ തോന്നിയിരുന്നില്ല. കാരണം അവൾ കുട്ടിക്കാലം മുതൽ ഏകയായിരുന്നു. ഒരിക്കലും സ്നേഹം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് രാജാവ് ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോമളിനെ വിവാഹം ചെയ്തു. കോമളിനെ തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് കോമളിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കോമൾ പറഞ്ഞതനുസരിച്ച് വേട്ടയാടലും നിർത്തി. ഇപ്പോൾ കോമളിന്റെ അടുത്ത് എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ ഏത് സ്നേഹത്തിനാണോ ആഗ്രഹിച്ചിരുന്നത് അതിപ്പോൾ അവൾക്ക് കിട്ടി. Thanks for watching.